ഹലോ ഓൾ മക്കളെ, നമ്മളെ NSMC നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പ് നവംബർ 1 നടക്കുന്ന ഓൾ ഇന്ത്യ ലെവൽ നടക്കുന്ന ഒരു അടിപൊളി കോമ്പറ്റീഷൻ ആൻഡ് സ്കോളർഷിപ്പ് എക്സാം ആണ്. 10,000 രൂപ നമുക്ക് ക്യാഷ് പ്രൈസ് ആയിട്ടും അതേപോലെ തന്നെ മോർ ദാൻ 12 lakhs rupees നമുക്ക് സ്കോളർഷിപ്പ് ഒക്കെ ആയിട്ട് ലഭിക്കുന്ന ഈ ഒരു എക്സാമിന് നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സയൻസും മാത്സും മെൻ്റൽ എബിലിറ്റി ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഈ ഒരു അടിപൊളി എക്സാം CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. അതിൻ്റെ മോർ ഡീറ്റെയിൽസ് നമ്മുടെ ഈ ചാനൽ തന്നെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുള്ളവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, നമ്മുടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. NSMCയുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ അപ്ഡേഷൻസും നമ്മളെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലായിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് ലഭിക്കുന്നുണ്ടാവുക. അപ്പോൾ ഒരുപാട് പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള മോക്ക് ടെസ്റ്റുകളും അതേപോലെ തന്നെ ലൈവ് സീരീസുകളും അതുപോലെ തന്നെ ഇതുപോലുള്ള ക്ലാസ്സസ് ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാടെണ്ണം വരുന്നുണ്ട്. തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ സ്കൂൾ ലെവലിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിക്കൊണ്ട് ഒരു കോമ്പറ്റീഷൻ എക്സാമിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള പിന്നെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുള്ള സ്കില്ലുകൾ മുതൽ അതേപോലെ തന്നെ ലോജിക്കൽ തിങ്കിങ് മുതൽ അല്ലേ, ഒരു ക്വസ്റ്റ്യൻസിനെ നമുക്ക് എങ്ങനെയൊക്കെയാണ് അനലൈസ് ചെയ്ത് അതിൻ്റെ ആൻസറിലേക്ക് എത്തേണ്ടത് എന്ന് നമുക്ക് അറിയുന്ന രൂപത്തിലേക്ക് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഇപ്പോഴേ തന്നെ തുടങ്ങുക. അപ്പോൾ വളരെ കുറഞ്ഞ അല്ലേ, ഒരു 3-4 മാസം ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോഴേ നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ അത്രയും സമയം നമുക്ക് ലാഭമാണ്, അത്രയും റിവിഷൻ നടത്താൻ പറ്റും. തീർച്ചയായിട്ടും ഈ ഒരു എക്സാമിന് നമുക്ക് 8ാം ക്ലാസ്സിലെ നമ്മുടെ കെമിസ്ട്രിയിൽ നിന്നുള്ള എലമെൻറ്റ്സ് കോമ്പൗണ്ട്സ് ആൻഡ് മിക്സ്ചേഴ്സ് എന്നുള്ള ടോപ്പിക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ചോദ്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് നമുക്ക് അതിന് ആൻസർ പറയാൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഒരുപക്ഷെ പുതിയ ഒരുപാട് പോയിന്റ്സുകൾ നമുക്ക് ലഭിക്കുന്നുണ്ടാവും. കയ്യിലൊരു പെൻ ആൻഡ് പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് ഒരുപാട് ഉപകാരപ്പെടും. അങ്ങനെയുള്ള പോയിന്റുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് എക്സാമിന് എന്ത് ചെയ്യാം, നന്നായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. സോ റെഡി അല്ലേ? നമുക്ക് ഓരോ പ്രോബ്ലത്തിലേക്ക് പോയി നോക്കാം. എലമെന്റ്സ് കോമ്പൗണ്ട്സ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത് കെമിസ്ട്രിയുടെ ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് അല്ലേ. പീരിയോഡിക് ടേബിൾ ഒക്കെ വരുന്ന ഒരുപാട് ഏരിയാസ് ഇവിടെ ഓൾറെഡി ഉണ്ട്. യെസ്, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഈ ക്വസ്റ്റ്യൻ ആൻസർ, ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ആദ്യം ഇത് കംപ്ലീറ്റ് വായിക്കാനുള്ള ക്ഷമ വേണ്ടിട്ടടാ അല്ലേ. നമുക്ക് ഭയങ്കര ക്ഷമ വളരെ കുറവാണല്ലോ, കോൺസെൻട്രേഷൻ കുറയുന്നതോട് കൂടിയിട്ട്. അപ്പം ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് ഇത് ഏത് ചാപ്റ്റർ ആണെന്നും അല്ലെങ്കിൽ ഏത് ടോപ്പിക് ആണെന്നും അവിടെ തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങളുമായിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ട് ഫൈനൽ ആൻസറിലേക്ക് എത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കിയാടാ മക്കളെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ആറ്റം ഈസ് കറക്റ്റ്? ആറ്റത്തെ കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം എല്ലാ എലമെൻസിനും എന്തുണ്ട്, ആറ്റംസ് ഉണ്ട്. ഹൈഡ്രജൻ ഒരു എലമെൻ്റ് അല്ലേ? യെസ്, ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. കാർബണിൻ്റെ എലമെൻ്റ് അല്ലേ? കാർബണിന് അതിൻ്റെ ഉള്ള ആറ്റംസ് ഉണ്ട്. ദെൻ ഓപ്ഷൻ എ, ആറ്റംസ് ഓഫ് ആൻ എലമെന്റ് ആർ ഓൾവേസ് ഡിഫറെൻറ്റ് ഇൻ മാസ് ആൻഡ് ഇൻ പ്രോപ്പർട്ടീസ് അല്ലേ. ഒരു എലമെൻറ്റിൻ്റെ എല്ലാ ആറ്റങ്ങളും ഡിഫറെൻറ്റ് മാസും ഡിഫറെൻറ്റ് പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ കാർബൺ എടുക്കാം, കാർബൺ ലോകത്തുള്ള എല്ലാ കാർബൺ ആറ്റത്തിനും ഡിഫറെൻറ്റ് മാസും ഡിഫറെൻറ്റ് പ്രോപ്പർട്ടിയുമാണെന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അത് കറക്റ്റ് ആണോ? നെവർ, ഒരിക്കലും അല്ല. ആറ്റംസ് കമ്പൈൻ ഇൻ എനി പ്രൊപ്പോർഷൻ ടു ഫോം കോമ്പൗണ്ട്സ്. ആറ്റങ്ങൾ കൂടിച്ചേർന്നത് മോളിക്യൂള് കോമ്പൗണ്ട്സിൻ്റെ മോളിക്യൂളായി മാറുമ്പോൾ അവിടെ ഏത് പ്രൊപ്പോർഷനും എടുക്കുക എന്നുള്ളതാണ്. അതൊരിക്കലും പോസിബിൾ. അങ്ങനെ ഏതെങ്കിലും പ്രൊപ്പോർഷൻ എടുത്താലും എന്തുണ്ടാവില്ല, നമുക്ക് ഈ പറഞ്ഞ കോമ്പൗണ്ട്സ് ഉണ്ടാവില്ല അല്ലേ. ഒരു ഹൈഡ്രജനും ഒരു ഓക്സിജനും എടുത്താൽ വാട്ടർ ഉണ്ടാവുമോ? ഇല്ലല്ലോ. 2 ഹൈഡ്രജനും 1 ഓക്സിജനും അവിടെ 2:1 എന്നുള്ള റേഷ്യോയിൽ എടുത്തെങ്കിൽ മാത്രമാണ് വാട്ടർ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവുക അല്ലേ. ദെൻ അപ്പോൾ അത് റോങ് ആണ്. ആറ്റംസ് കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ അല്ലേ. ഇതെന്താണ് അല്ലേ, ആറ്റത്തെ നമുക്ക് ഉണ്ടാക്കുവാനോ ഡിസ്ട്രോയ് ചെയ്യുവാനോ ഒരു കെമിക്കൽ റിയാക്ഷനിൽ കഴിയുകയില്ല. കറക്റ്റ് അല്ലേ? യെസ്, ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഒരാറ്റത്തെ നമുക്ക് ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ കഴിയൂലടാ. ഓക്കെ, എന്നാൽ ഡി ഓപ്ഷൻ നോക്കിക്കേ. ആറ്റംസ് ഓഫ് ഓൾ എലമെന്റ് ആർ ഐഡന്റിക്കൽ ഇൻ മാസ് ആൻഡ് സൈസ് അല്ലേ. എല്ലാ എലമെന്റുകളുടെയും ആറ്റംസിന് ഐഡന്റിക്കൽ മാസും സൈസും ആണെന്ന്. എല്ലാ ആറ്റങ്ങൾക്കും ഒരേ മാസമാണോ? കാർബണിന്റെ മാസമല്ല ഹൈഡ്രജന്റെ മാസമല്ല ആർഗണിന്. എല്ലാവരും ഡിഫറെന്റ് മാസമാണ്, ഡിഫറെന്റ് സൈസാണ്, ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആണ്. റെഡി? സോ ഇറ്റ് ഈസ് ഓൾസോ റോങ്. അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരിക? സി. ഓക്കെ, അപ്പോൾ ഈ ആറ്റത്തെ കുറിച്ച് നമുക്ക് ആദ്യമായിട്ട് പറഞ്ഞു തന്ന ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. പേര് അറിയാടാ? ആദ്യമായിട്ട് നമുക്ക് ആറ്റത്തെ കുറിച്ച് പറഞ്ഞു തന്ന സയന്റിസ്റ്റ്, അയാളുടെ പേരാണ് ജോൺ ഡാൾട്ടൺ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡാൾട്ടൺ അറ്റോമിക് തിയറി എന്നാണ് ഡാൾട്ടൺ പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ പോയിന്റ് ആയിട്ട് പഠിക്കുന്നത് അല്ലേ. എന്തൊക്കെയാ പറഞ്ഞത്? ഓൾ മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾ കോൾഡ് ആറ്റം. ആൻ ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ
can participate in a chemical reaction. Atom cannot be divided during a chemical reaction. An atom cannot be created or destroyed. All atoms of an element are of the same size, properties and mass. Atoms of the different element, different size, different properties and mass. അല്ലേ? അപ്പോൾ ഈ രൂപത്തിലാണ് ജോൺ ഡാൾട്ടൺ അറ്റോമിക് തിയറി അതിലെ പോസ്റ്റുലേറ്റുകളായിട്ട് പോയിന്റ്സ് ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നത്. ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. റെഡി? Find the total number of atoms in 2 molecules of water and 3 molecule of table salt. Okay, അപ്പോൾ 2 molecule വാട്ടർ ഉണ്ട്, 3 molecule ടേബിൾ സോൾട്ട് ഉണ്ട് എങ്കിൽ അതിൽ ടോട്ടൽ എത്ര ആറ്റംസ് ഉണ്ട്? ഇതുപോലെ പല ക്വസ്റ്റ്യനുകളും NSMCക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ഇയറിൽ പലതവണയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ. 2 molecule വാട്ടർ എന്ന് പറയാത്തടാ, 2 molecule വാട്ടർ, ഹൗ ക്യാൻ വി റെപ്രസെൻറ്റ് ദാറ്റ്? അല്ലേ, 2H2O. റെഡി? Then 3 molecule table salt. അതെ മക്കളെ, 3 molecule table salt ആരടാ? സോഡിയം ക്ലോറൈഡ്. ഇതിൽ ടോട്ടൽ എത്ര ആറ്റം ഉണ്ട് എന്നാണ്. എടാ ഒരു സിംഗിൾ H2 എടുത്ത് നോക്കിക്കുക, സിംഗിൾ H2O, 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ, ടോട്ടൽ 3 അല്ലേ? 3. അങ്ങനത്തെ എത്ര മോളിക്യൂൾ ഉണ്ട്? 2 മോളിക്യൂൾ അല്ലേ? സോ 2 × 3 6 ആറ്റംസ് ആണ് അവിടെ ടോട്ടൽ ആയിട്ടുള്ളത്. റെഡി? ഇനി 3 NaCl, ഒരു സിംഗിൾ NaCl എടുത്ത് നോക്കിക്കേ, 1 Na 1 Cl, 1 സോഡിയം 1 ക്ലോറിൻ, ടോട്ടൽ 2 ആറ്റംസ് അല്ലേ ഉള്ളൂ. അങ്ങനത്തെ എത്ര മോളിക്യൂൾ എടുക്കുന്നുണ്ട്? 3 മോളിക്യൂൾ എടുക്കുന്നില്ലേ? 3 × 2 6 ആറ്റംസ്. സോ ടോട്ടൽ 6 + 6 എത്ര വരും? 6 + 6 12 ആറ്റം. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ വരിക. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കിട്ടണേ അല്ലേ? ഓരോ എലമെന്റ് കോമ്പൗണ്ട്സിൻ്റെയും മോളിക്യൂളിൻ്റെ ഒക്കെ പേര് അറിയണം. അമോണിയ എന്ന് പറയുമ്പോൾ NH3 ആണ്. മീഥെയിൻ എന്ന് പറയുമ്പോൾ CH4 ആണ്. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുമ്പോൾ H2SO4 ആണ്. അപ്പോൾ 5 സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയാലോ, 5 × H2SO4 അല്ലേ? 1 H2SO4 contain 2 ഹൈഡ്രജൻ 1 സൾഫർ 4 ഓക്സിജൻ, ടോട്ടൽ 7 അല്ലേ? ടോട്ടൽ വരും 7 വരും. 2 1 4 7 ആണ്. അങ്ങനത്തെ 5 മോളിക്യൂൾ ആകുമ്പോഴോ 5 × 7 35 ആയിരിക്കും വരുന്നുണ്ടാവുക. ഈ രൂപത്തിൽ ആൻസറുകൾ ഫൈൻഡ് ചെയ്യാൻ അറിയണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ, H മീൻസ് 1 ഹൈഡ്രജൻ ആറ്റം, 2H 2 ഹൈഡ്രജൻ ആറ്റം, 3H 3 ഹൈഡ്രജൻ ആറ്റം അല്ലേ? എന്നാൽ H2 എന്ന് എഴുതിയാലോ 1 ഹൈഡ്രജൻ മോളിക്യൂൾ, 2H2 2 ഹൈഡ്രജൻ മോളിക്യൂൾ, 3H2 3 ഹൈഡ്രജൻ മോളിക്യൂൾ, 3H2O 3 വാട്ടർ മോളിക്യൂൾ. ഇങ്ങനെ ആറ്റംസിനെയും മോളിക്യൂളിനെയൊക്കെ കൗണ്ട് ചെയ്യാൻ മസ്റ്റ് ആയിട്ട് അറിയണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണം. ഈ ക്വസ്റ്റ്യൻ ആൻസർ നമുക്കൊക്കെ പറയാൻ കിട്ടണം കേട്ടോ. നമ്മൾ സ്കൂളിലൊക്കെ ഓൾറെഡി അറിയുന്ന കാര്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി മാച്ച് ദ ടൈപ്പ് ഓഫ് മോളിക്യൂൾ വിത്ത് എക്സാമ്പിൾ? ഓക്കെ, ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ഈ പറഞ്ഞ മോണോ അറ്റോമിക് ഓക്സിജൻ ആണ്, ഡൈ അറ്റോമിക് വാട്ടർ, പോളി അറ്റോമിക് ആർഗൺ. കറക്റ്റ് ആയിരിക്കുമോ? ഇല്ല അല്ലേ? മോണോ അറ്റോമിക് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ മോളിക്യൂളിൽ സിംഗിൾ ആറ്റം ഉള്ളെങ്കിൽ ദാറ്റ് ഈസ് മോണോ അറ്റോമിക്. ഡയറ്റോമിക് ഒരു മോളിക്യൂളിൽ 2 ആറ്റം വേണം, ഡൈ മീൻസ് 2. പോളി മീൻസ് 1 മോളിക്യൂളിൽ മോർ ദാൻ 2, മേ ബി 3 ആകാം, അല്ലെങ്കിൽ 4 ആകാം, അല്ലെങ്കിൽ മേ ബി എന്താ ചെയ്യാം അല്ലേ? പോളി മീൻസ് മെനി എന്നാണ് മീനിങ് ആയിട്ടുള്ളത്. ഓക്കെ, യെസ്, ജനറലി നമുക്ക് 2ൽ കൂടുതലാണ് പൊതുവെ പറയാം, 3ഓ 4ഓ ഒക്കെ നമുക്ക് ആകാം. ഓക്കെ, അപ്പോൾ ഇതിന് കറക്റ്റ് എക്സാമ്പിൾ ഏതായിരിക്കും വരുന്നുണ്ടാവുക? അപ്പോൾ മോണോ അറ്റോമിക്കാരാ ഡയറ്റോമിക്കാരാന്ന് അറിയണം അല്ലേ? ഹീലിയം, കോപ്പർ, പിന്നെ സിൽവർ, കാർബൺ, ഇതൊക്കെ ഉണ്ടോ? സിംഗിൾ ആറ്റംസ് ആണ്. ഡയറ്റോമിക് ഒക്കെ H2 അല്ലേ, O2 അല്ലേ, അതേപോലെ N2, Cl2, F2, ഇതൊക്കെ ഡയറ്റോമിക് ആണ്. ഓസോണോ പോളി അറ്റോമിക് ആണ്. അതിൽ തന്നെ വേണമെങ്കിൽ എന്ത് പറയാം? ട്രൈ അറ്റോമിക് ആണ് നമുക്ക് വേണമെങ്കിൽ പറയാം. ട്രൈ മീൻസ് 3 അല്ലേ? ഓസോണ് 3 ആറ്റംസ് ആണ്, O3 ആണ്. പോളി മീൻസ് അല്ലേ, ഫോസ്ഫറസ് 4 ആറ്റംസ് വേണടാ, സൾഫർ 8 ആറ്റംസ്. ഇതിലായിരിക്കും മക്കളെ ആൻസർ വരുന്നുണ്ടാവുക. ഏതായിരിക്കും വരുന്നുണ്ടാവുക? മോണോ അറ്റോമിക് ആർഗൺ, ഡൈ അറ്റോമിക് ഓക്സിജൻ, പോളി അറ്റോമിക് വാട്ടർ അല്ലേ? മോർ ദാൻ 2 ഉണ്ട്. വാട്ടറിൽ എത്ര ഇടാ? 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ, ടോട്ടൽ 3 അല്ലേ? അപ്പോൾ എന്താണ്? വാട്ടർ ഈസ് എ പോളി അറ്റോമിക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓപ്ഷൻ ബി ആയിരിക്കും എന്ത് ചെയ്യുക ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ദ അറ്റോമിസിറ്റി ഓഫ് കെയിൻ ഷുഗർ ഈസ്. കെയിൻ ഷുഗർ ആരാ മക്കളെ? ഷുഗറിൻ്റെ അറ്റോമിസിറ്റി. വാട്ട് ഈസ് അറ്റോമിസിറ്റി? ഒരു സിംഗിൾ മോളിക്യൂളിൽ എത്ര ആറ്റംസ് ഉണ്ട് എന്നുള്ളതിനെ വിളിക്കുന്നവരാണ് അറ്റോമിസിറ്റി. ഒരു സിംഗിൾ മോളിക്യൂളിൽ. പക്ഷെ കെയിൻ ഷുഗർ നമുക്കറിയാം C12H22O11 അല്ലേ? ടോട്ടൽ എത്ര വന്നു?
ടോട്ടൽ എത്ര വന്നു? ഇവിടെ 12 കാർബൺ, ഇവിടെ 22 ഹൈഡ്രജൻ. അപ്പോൾ 12ഉം 22ഉം ഈ 11ഉം കൂടി ആഡ് ചെയ്ത് എത്ര വരും അല്ലേ? 45 വരും. 45 ഏതായിരിക്കും മക്കൾ ആൻസർ വരിക? ഓപ്ഷൻ ഡി ആണ് വരുന്നുണ്ടാവുക. ആ നമ്പറിനെ, ഒരു സിംഗിൾ മോളിക്യൂളിലുള്ള ടോട്ടൽ ആറ്റംസിന്റെ നമ്പറിനെ നമ്മൾ വിളിച്ച പേരാണ് എന്ത്? ഈ പറഞ്ഞ അറ്റോമിസിറ്റി. ഇനി 1 എന്താ, 2 എന്താ, 3 എന്താ, 4 എന്താ? ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെ? ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന്റെ ഏരിയ കാണാൻ പറ്റും. 1ഉം 2ഉം 3ഉം 4ഉം പറയണം. 1 എന്ന് പറയുന്നത് പ്യുവർ സബ്സ്റ്റൻസിനെ നമ്മൾ 2 ആയി ക്ലാസിഫൈ ചെയ്യും. നമുക്കറിയാം മാറ്റർ 2 ടൈപ്പാണ്, പ്യുവർ സബ്സ്റ്റൻസും ഇംപ്യുവർ അഥവാ മിക്സ്ചേഴ്സുമാണ് ഉണ്ടാവുക അല്ലെ? മിക്സ്ചേഴ്സ്. അതിൽ തന്നെ പ്യുവർ സബ്സ്റ്റന്റ് 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയായിരിക്കും വരിക? പ്യുവർ സബ്സ്റ്റന്റ് ഏതൊക്കെയായിരിക്കും വരുന്നുണ്ടാവുക? പറടാ. എലമെന്റ്സും കോമ്പൗണ്ട്സും. എലമെന്റും കോമ്പൗണ്ടും. എന്നാൽ പിന്നെ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇംപ്യുവർ അല്ലെങ്കിൽ മിക്സ്ചേഴ്സ് ഏതൊക്കെയുള്ളത്? ഹോമോജീനിയസും ഹെറ്ററോജീനിയസും. ഹോമോ ആൻഡ് ഹെറ്ററോ. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അതിനൊക്കെ എക്സാമ്പിളുകളും അറിയണം കേട്ടോ. അപ്പം മാറ്ററിനെ വേണമെങ്കിൽ നമുക്ക് ഫിസിക്കലി അല്ലേ ക്ലാസിഫൈ ചെയ്യാം, കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ടാവും. ഫിസിക്കലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, അതിൻ്റെ സ്റ്റേറ്റുമായി റിലേറ്റഡ് ആണ്. സോളിഡ്, ലിക്വിഡ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസുമായി റിലേറ്റഡ് ആണ് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ അല്ലേ. എന്നാൽ കെമിക്കൽ ക്ലാസിഫിക്കേഷനോ നമുക്കറിയാം പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സും. അത് എന്തിൻ്റെ ബേസിലാണ്? അതിലുള്ള കൈൻഡ് ഓഫ് പാർട്ടിക്കിൾ അല്ലേ. ഒരു സിംഗിൾ കൈൻഡ് സെയിം ടൈപ്പ് പാർട്ടിക്കിൾ മാത്രമുള്ളുവെങ്കിൽ വി ക്യാൻ സേ ദേ ആർ പ്യുവർ സബ്സ്റ്റൻസ്. എലമെന്റുകളും കോമ്പൗണ്ടുകളും പ്യുവർ സബ്സ്റ്റന്റ് ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്. എലമെന്റ്സ് അത് നമുക്ക് എളുപ്പം കിട്ടും. കാർബൺ, നൈട്രജൻ, പീരിയോഡിക് ടേബിളിലെ 118 എലമെന്റ്സ് ഉണ്ട്. മേ ബി മെറ്റൽസ് ആവാം, നോൺ മെറ്റൽസ് ആവാം, സെമി മെറ്റൽ ഓർ മെറ്റലോയിഡ് ആവാം. മെറ്റലോയിഡ് എന്ന് പറഞ്ഞാൽ മെറ്റലിന്റെ നേച്ചറും കാണിക്കും, നോൺ മെറ്റൽ നേച്ചറും കാണിക്കും. എക്സാമ്പിൾ സിലിക്കൺ, ജെർമേനിയം, ബോറോൺ, ഇവരൊക്കെ എന്താണ്? മെറ്റലോയിഡ്സ് ഓർ സെമി മെറ്റൽസ് ആണ് വരുന്നുണ്ടാവുക. ഓക്കെ. എന്നാലോ അപ്പോൾ എലമെന്റുകൾ പ്യുവർ സബ്സ്റ്റന്റ് ആണ്. കോമ്പൗണ്ടോ അതും പ്യുവർ സബ്സ്റ്റന്റ് ആണ് കേട്ടോ. മേ ബി ഓർഗാനിക് ഓർ ഇൻഓർഗാനിക് വരാം. ഓക്കെ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാൽഷ്യം കാർബണേറ്റ് പ്യുവർ സബ്സ്റ്റന്റ് ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ഇൻഓർഗാനിക് കോമ്പൗണ്ട്. എന്നാലോ ഈ പറയുന്ന രൂപത്തിൽ മീഥെയിൻ അല്ലെങ്കിൽ നമ്മളോട് പറയണത് ഷുഗർ, അതൊക്കെ എന്താണ്? കോമ്പൗണ്ട് അല്ലേ? അതൊക്കെ എന്താണ്? ഓർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. അമോണിയ, വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, ഇതൊക്കെ എന്താണ് മക്കളെ? കോമ്പൗണ്ട് ആണ്. ദേ ആർ പ്യുവർ സബ്സ്റ്റൻസ്. പിന്നെ എന്താ? ഈ മിക്സ്ചേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്പ് പാർട്ടിക്കിൾ വേണം അല്ലെ? ഡിഫറെൻറ്റ് ടൈപ്പ് പാർട്ടിക്കിൾസ് വേണം. അത് ഏതൊക്കെ വരും? ഹോമോജീനിയസ് ഉണ്ട്, ഹെറ്ററോജീനിയസ് ഉണ്ട്. പാർട്ടിക്കിൾസ് എല്ലാം ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ ഹോമോജീനിയസ്. പാർട്ടിക്കിൾ എല്ലാം ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെങ്കിൽ, കുറേ പാർട്ടിക്കിൾ ഒരിടത്ത് കുറേ പാർട്ടിക്കിൾ വേറെ എടുത്ത് അങ്ങനെയൊക്കെ ആണെങ്കിൽ വി ക്യാൻ സേ ഹെറ്ററോജീനിയസ്. എങ്കിൽ അത് വെച്ചുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഫോർ പ്യുവർ സബ്സ്റ്റൻസസ്? ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കണേ. പിന്നെ നിങ്ങൾ ആ വീഡിയോ ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇതിന് ആൻസർ ഒന്ന് കണ്ടുപിടിച്ചേ. നമുക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ, ഈസി ആയിട്ട് കിട്ടേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചേ. കിട്ടുന്നുണ്ടോ? യെസ്. ഏതാ വരിക? പ്യുവർ സബ്സ്റ്റൻസസ് കണ്ടെയ്ൻ ഓൺലി വൺ കൈൻഡ് ഓഫ് പാർട്ടിക്കിൾ. അത് കറക്റ്റ് അല്ലേ? ഓഫ് കോഴ്സ് അത് കറക്റ്റ് ആണ്. റെഡി. ഇനി പ്യുവർ സബ്സ്റ്റൻസ് മേ ബി കോമ്പൗണ്ട് ഓർ മിക്സ്ചർ. കോമ്പൗണ്ട് വരാം, നമ്മളിപ്പോൾ നേരെ പറയുന്നത് കോമ്പൗണ്ട് വരാം, പക്ഷെ മിക്സ്ചർ വരുമോ പ്യുവർ സബ്സ്റ്റൻറ്റിൽ? നെവർ, അത് വരൂല. സോ ഇറ്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് എന്താണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. തേർഡ് വൺ, പ്യുവർ സബ്സ്റ്റൻസ് ഹാവ് സെയിം കോമ്പോസിഷൻ ത്രൂ ഔട്ട്. ഒരു പ്യുവർ സബ്സ്റ്റൻസിലെ കോമ്പോസിഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും വരുന്നുണ്ടാവുക എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഓഫ് കോഴ്സ് അങ്ങനെ തന്നെ ആയിരിക്കും എന്തുണ്ടാവുക? കോമ്പോസിഷൻ പ്യുവർ സബ്സ്റ്റൻസിൽ എന്തായാലും സെയിം ആയിരിക്കും വരുന്നുണ്ടാവുക അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് ഈക്വലി ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക അല്ലേ. അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല ഉണ്ടാവുകയും ചെയ്യുള്ളൂ. സ്വാഭാവികമായിട്ടും കോമ്പോസിഷൻ ഒരു സിംഗിൾ ടൈപ്പ് അതിലുള്ള കോമ്പണൻസ് ഉള്ളൂ. റെഡി. പ്യുവർ സബ്സ്റ്റൻസ് ക്യാൻ ബി എക്സംപ്ലിഫൈഡ് ബൈ ഓൾ അതർ ദാൻ നിക്കൽ അല്ലേ. ഈ പറഞ്ഞ ബൈ ഓൾ എലമെന്റ്സ് അതർ ദാൻ നിക്കൽ. നിക്കൽ അല്ലാത്ത ബാക്കിയുള്ള എല്ലാം എന്താണ്? പ്യുവർ സബ്സ്റ്റൻസ്. അത് നിക്കലിന് എന്താ കുഴപ്പം? നിക്കലിന് എന്താ കൊമ്പുണ്ടോ? നിക്കലിന് കൊമ്പൊന്നുമില്ല. നിക്കലും തന്നെയാണ് പ്യുവർ സബ്സ്റ്റൻസ് തന്നെയല്ലേ? ആണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് ആണ്. സോ ഇതൊക്കെ വരും 2ഉം അല്ലേ, 2ഉം 4ഉം. സോ ഈ പറഞ്ഞ 2ഉം 4ഉം എന്താണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ക്വസ്റ്റ്യൻ ഈസ് അബൌട്ട് ട്രൂ ഫോർ പ്യുവർ സബ്സ്റ്റൻസ്. ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇതൊക്കെ വരിക 1ഉം 3ഉമാണ് പ്യുവർ സബ്സ്റ്റൻസ്. 1ഉം 3ഉം പ്യുവർ സബ്സ്റ്റൻസ്. ഏതാ വരിക മക്കളെ? ഓപ്ഷൻ
ബി ഈസ് ദ റൈറ്റ് ആൻസർ. നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നോ? നേരത്തെ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ച് കണ്ട് ആൻസർ നോക്കിയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നോ? അങ്ങനെ ക്വസ്റ്റ്യൻ ട്രൈ ചെയ്യണടാ. നമ്മളെ ഈ ഒരു NSMC എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മളെ കൺസെപ്റ്റുകളൊക്കെ കുറച്ചുകൂടി ക്ലിയർ ആവണം അല്ലേ? സ്കൂളത്തെ എക്സാമിന് പോലെ നമ്മൾ അതിലുള്ള ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് കണ്ട് പോയാൽ ഒരു കോമ്പറ്റീഷൻ എക്സാം വിൻ ചെയ്യൂല അല്ലേ? മാത്രമല്ല സ്കൂളത്തെ എക്സാമിൽ മിക്കവാറും ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായിരിക്കും അല്ലേ? നേരിട്ട് മൂക്ക് പിടിക്കുന്ന ഏർപ്പാടായിരിക്കും. വിച്ച് മീൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അല്ല അതും വരാം അല്ലേ? കൂടുതലും ഡയറക്റ്റ് ആണ്. നമുക്ക് കുറേയൊക്കെ ബൈ ഹാർട്ട് ചെയ്തതിന് ആൻസർ കിട്ടും. എന്നാൽ കോമ്പറ്റീഷൻ എക്സാം എന്താ? നിങ്ങളെ പരമാവധി എന്ത് ചെയ്യണം? നിങ്ങൾ ആൻസർ തെറ്റിക്കണം എന്നുള്ള രൂപത്തിലാണ് അതിലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക അല്ലേ? വളഞ്ഞു മൂക്കുടിക്കുന്ന ഏർപ്പാടാണ്. പക്ഷെ അവിടെ നമ്മൾ വളഞ്ഞു മൂക്കുടിക്കുമ്പോൾ നമ്മൾ കൈ ഇങ്ങോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണടാ? കറക്റ്റായിട്ട് കൺസെപ്റ്റ് ക്ലിയർ ആവണം. അതിനാണ് എക്സാം ബൈ ലേണിംഗ് ഫൗണ്ടേഷൻ കോഴ്സ് ഒക്കെ അല്ലേ? ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വളരെ ഈസിയാണ്. കാരണം എന്തേ? ഇതുപോലുള്ള ഒരുപാട് എക്സാമുകൾ അല്ലേ ആഴ്ചകളിൽ 1 or 2 പ്രാവശ്യമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവരെഴുതിക്കൊണ്ടേയിരിക്കുന്നു. അവർക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചുകൂടി ഫെമിലിയർ ആയിരിക്കും ഉണ്ടാവുക. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും നെഗറ്റീവ് മാർക്കിങ്ങും അതുപോലെയുള്ള ഈ രൂപത്തിലുള്ള ഒരു പുതിയ സിസ്റ്റം ഓൺലൈനായിട്ട് നല്ല NITNസും IITNs ഒക്കെ ആയിട്ടുള്ള ഫാക്കൽറ്റീസിൻ്റെ അണ്ടറിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നിന്നൊക്കെ പഠിച്ചിറങ്ങിയ ഫാക്കൽറ്റീസിൻ്റെ അണ്ടറിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള കോമ്പറ്റീഷൻ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാം. അതാണ് ഫൗണ്ടേഷൻ കോഴ്സ് ഉള്ളത്. തീർച്ചയായിട്ടും എന്ത് ചെയ്യാം? നമുക്ക് പിന്നെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എക്സാം ബൈ ലേണിങ്ങിൻ്റെ അല്ലേ ഓഫീസിൻ്റെ നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. റെഡി? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? എക്സാമിൽ കൃത്യമായി പഠിക്കുമ്പോൾ അപ്പോഴാണ് നമ്മൾ NSMC എന്ത് ചെയ്യുന്നത്? എളുപ്പമായി മാറുന്നത് അല്ലേ? എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ആ എക്സാമിന് വേണ്ടി നന്നായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്കൂളത്തെ എക്സാം കൂടി എന്ത് ചെയ്യും? കുറച്ചും കൂടി ഈസി ആയിട്ട് മാറുകയും ചെയ്യും. റെഡി? കാരണം എന്തേ? നമ്മൾ അതിനേക്കാളും വലിയ കാര്യങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഓൾറെഡി ടഫുള്ള ചോദ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സ്കൂളത്തെ എക്സാം എന്താവും? ഈസി ആവുക കേട്ടോ. ദാറ്റ് ഈസ് ദ ട്രിക്ക് ഓഫ് ഈ പറഞ്ഞ ഫൗണ്ടേഷൻ കോഴ്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഹോമോജീനിയസ് ഇൻ നേച്ചർ? ഈ പറഞ്ഞവയിൽ ഹോമോജീനിയസ് ആയിട്ടുള്ള നേച്ചറുള്ള ആരൊക്കെയാണ്? ഹോമോജീനിയസ് മീൻസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം അല്ലേ? ഒന്ന് കൊടുത്തത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഇറ്റ് ഇസ് എ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ട് ആകുമ്പോൾ എന്തായാലും എന്തായിരിക്കും? ഹോമോജീനിയസ് ആയിരിക്കും. സാൻഡ് ഇൻ വാട്ടർ ആയിരിക്കുമോ? ഇല്ല, അത് ഹെറ്ററോജീനിയസ് ആണ് അല്ലേ? അതേപോലെ തന്നെ ഹൗസ് പെയിന്റ് അല്ലേ? ഹൗസ് പെയിന്റ് എന്താണ്? ഈ പറഞ്ഞ രൂപത്തിൽ ഹെറ്ററോജീനിയസ് ആണ്. ദെൻ പെയിന്റ് ഹെറ്ററോജീനിയസ് ആണ്. ദെൻ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് അല്ലേ? അതെന്താണ്? ഹോമോജീനിയസ് ആണ്. കാരണം സൾഫ്യൂരിക് ആസിഡും വാട്ടറും ഉണ്ടാവുക. സോ 1ഉം 4ഉം ഇവിടെ 1ഉം 4ഉം ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. സി ആണ് വരുന്നുണ്ടാവുക. ഓക്കെ. അപ്പോൾ ഹോമോജീനിയസിന് ബ്രാസ്, കോഫി, എയർ, അതുപോലെ വേറെ പറയാൻ പറ്റുമോ? 916 ഗോൾഡ് ഓർണമെന്റ്, ബ്രോൺസ് അല്ലേ? ഷുഗർ വാട്ടർ, സോൾട്ട് വാട്ടർ, ഇതൊക്കെ എന്താണ് മക്കളെ? ഈ പറഞ്ഞ ഹോമോജീനിയസ് ആണ്. പാർട്ടിക്കിൾസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. എന്നാൽ ഹെറ്ററോജീനിയസിന് എക്സാമ്പിൾ ഏതാ? ഓയിൽ ഇൻ വാട്ടർ അല്ലേ? കെറോസിൻ ആൻഡ് വാട്ടർ, അതേപോലെ തന്നെ മിൽക്ക്, സ്മോഗ് അല്ലേ? അതൊക്കെ എന്താണ്? ഹെറ്ററോജീനിയസ് ആണ്. റെഡി? അപ്പോൾ മിൽക്ക്, സ്മോഗ് ഒക്കെ നമ്മൾ കൊളോയിഡ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് നമുക്ക് വരുന്നുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് ഹോമോജീനിയസ്? ഹോമോജീനിയസ് അല്ലാത്തതാണ് കേട്ടോ. പെട്ടെന്ന് ആൻസർ പറഞ്ഞാ, പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞ്. ഹോമോജീനിയസ് അല്ലാത്തത് അമോണിയ ഒരു മോളിക്യൂൾ അല്ലേ? ഹോമോജീനിയസ് ആണ്. എയർ ഹോമോജീനിയസ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഹോമോജീനിയസ് ആണ്. ഇത് മാത്രമല്ല മിൽക്ക് ഹോമോജീനിയസ് അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു മിൽക്ക് ഈസ് എ കൊളോയിഡ് വിച്ച് ഈസ് അണ്ടർ ഹെറ്ററോജീനിയസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ? ട്രൂ അല്ലാത്തത്. ട്രൂ സൊല്യൂഷൻസ് ആർ ഹോമോജീനിയസ് അല്ലേ? ട്രൂ സൊല്യൂഷൻ ഒക്കെ എന്താണ്? ഹോമോജീനിയസ് ആണ്. കൊളോയിഡ്സ് ആർ ഹെറ്ററോജീനിയസ്, അതും കറക്റ്റ് ആണ്. സൊല്യൂട്ട് പാർട്ടിക്കിൾ ഇൻ കൊളോയിഡൽ സൊല്യൂഷൻ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ. ഫിൽട്രേഷൻ നമ്മൾ എന്ത് ചെയ്യുക? ഫിൽട്ടർ പേപ്പറിലൂടെ നമ്മൾ എന്ത് ചെയ്യും? ഫിൽട്ടർ ചെയ്യൂലേ? അങ്ങനെ നമുക്ക് ഈ പറഞ്ഞ കൊളോയിഡൽ പാർട്ടിക്കിളിനെ നമുക്ക് ഫിൽട്ടർ ചെയ്യാമെന്ന് കൊടുത്തത്. ചെയ്യാൻ പറ്റുമോ? ഒരു മിൽക്ക് ഫിൽട്ടർ പേപ്പറിലൂടെ അരിച്ചാൽ അല്ലേ അതിലെ പാർട്ടിക്കിൾസ് ഒക്കെ താഴേക്ക് പോകില്ലേ? ഓഫ് കോഴ്സ് പോകും. അവിടെ ഫിൽട്രേഷൻ സംഭവിക്കില്ല. സോ ദാറ്റ് ഈസ് ദ നോട്ട് ട്രൂ. ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓപ്ഷൻ സി ആണ് വരിക അല്ലേ? ട്രൂ സൊല്യൂഷൻ എന്താണ്? ട്രാൻസ്പാരൻറ്റ് ടു ലൈറ്റ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മിക്സ്ചേഴ്സിൽ തന്നെ ഹോമോജീനിയസ് ആണ് ആര്? ട്രൂ സൊല്യൂഷൻ. എന്നാൽ ഹെറ്ററോജീനിയസ് ആണ് ആര്? സസ്പെൻഷനും കൊളോയിഡും. ഓക്കെ. എ മിക്സ്ചർ ഓഫ് സൾഫർ ആൻഡ് കാർബൺ ഡൈ സൾഫൈഡ് ഈസ്. ഓക്കെ. സൾഫർ ആൻഡ് കാർബൺ ഡൈ സൾഫൈഡ് അത് ഹെറ്ററോജീനിയസ് ആണ് ആൻഡ് ഷോ ടിൻഡാൽ എഫക്റ്റ്. ഹോമോജീനിയസ് ആണ്, ഷോ ടിൻഡാൽ എഫക്റ്റ്. ഹെറ്ററോജീനിയസ് ആണ്, ഡു നോട്ട് ഷോ ടിൻഡാൽ എഫക്റ്റ്. ഹോമോജീനിയസ് ആണ്, ഡസൻറ്റ് ഷോ ടിൻഡാൽ എഫക്റ്റ്. ഏതായിരിക്കും വരിക?
കാർബൺ ഡൈ സൾഫൈഡ് അതേപോലെ സൾഫറും കൂടി ചേർന്ന് മിക്സ്ചർ എന്താണ്? ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് ആണ്. ഹോമോജീനിയസ് ആണെങ്കിൽ എന്ത് ചെയ്യൂല? ടിൻഡാൽ എഫക്റ്റ് ഷോ ചെയ്യൂല. ഓക്കെ, ടിൻഡാൽ എഫക്റ്റ് അവിടെ ഷോ ചെയ്യൂല. അപ്പോൾ ചില സബ്സ്റ്റൻറ്റുകളൊക്കെ ഹോമോ ആണോ ഹെറ്ററോ ആണോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഐഡിയ കിട്ടണം. എന്തായാലും മക്കളെ ടിൻഡാൽ എഫക്റ്റ് എന്തായിരുന്നു ഇവിടെ? ആർക്കും പറയാൻ പറ്റുമോ എന്തായിരുന്നു ടിൻഡാൽ എഫക്റ്റ്? നമ്മൾ ഒരു സൊല്യൂഷനിലൂടെ എന്ത് ചെയ്യുന്നു? ലൈറ്റ് ബീം പാസ് ചെയ്യുമ്പോൾ അല്ലെ കൊളോയിഡിലും സസ്പെൻഷനിലും മാത്രം ആ ലൈറ്റ് മൂവ് ചെയ്യുന്ന ഭാഗം എന്ത് ചെയ്യും? നല്ല ഷൈനി അപ്പിയറൻസ് ഉണ്ടാകും. അതിനെ വിളിച്ച പേരാണ് എന്ത്? ടിൻഡാൽ എഫക്റ്റ്. അത് ട്രൂ സൊല്യൂഷനിൽ എന്തുണ്ടാവില്ല? ലൈറ്റ് പോണ ഭാഗം ക്ലിയർ ആയിരിക്കില്ല. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞത്? ട്രൂ സൊല്യൂഷനിൽ പാർട്ടിക്കിൾസ് എന്താണ്, അല്ലെങ്കിൽ ലൈറ്റ് എന്താണ്? ട്രാൻസ്പാരന്റ് ആണെന്ന് നമ്മൾ നേരത്തെ പറയാനുള്ള കാരണം ഇതാണ്. അപ്പോൾ ടിൻഡാൽ എഫക്റ്റ് ആർക്കൊക്കെ ഉണ്ടാവുള്ളൂ? ഈ പറഞ്ഞ കൊളോയിഡിനും സസ്പെൻഷനും മാത്രമേ ഉണ്ടാവുള്ളൂ. മിൽക്ക് ഇസ് എ കൊളോയിഡ് ഇൻ വിച്ച്? മിൽക്കിൽ എന്തൊക്കെയാണ് ഉള്ളത്? മിൽക്കിൽ എന്തൊക്കെയുള്ളത്? വാട്ടർ ഉണ്ട്, അതേപോലെ തന്നെ ഫാറ്റും ഉണ്ട് അല്ലെ? വാട്ടറും ഫാറ്റും ഉണ്ട്. സോ വാട്ടർ എന്താണ്? ലിക്വിഡ് ആണ്. ഇറ്റ് ഈസ് ഡിസ്പേഴ്സ്ഡ് ഇൻ ലിക്വിഡ്. ലിക്വിഡ് ഇൻ ലിക്വിഡ് ആയിട്ടുള്ള ഒരു കൊളോയിഡ് ആണ് എന്ത്? നമ്മുടെ മിൽക്ക് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് അണ്ടർ എമൾഷൻ എന്നുള്ള കാറ്റഗറിയാണ് വരിക. നമ്മുടെ ഈ കൊളോയിഡിനെ പല ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത്രയും ടൈപ്പ് ഉണ്ട്. സോളിഡ് ജെല്ല്, സോള്, എമൾഷൻ, ഫോം, എയറോസോള്, ഇങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സൊല്യൂട്ടാണ്. ഡിസ്പേർഷൻ മീഡിയം അത് നമ്മുടെ സോൾവെന്റ് ആണ്. കൊളോയിഡ് ആയിട്ടുള്ള സൊല്യൂട്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കൊളോയിഡ് ആയിട്ടുള്ള സൊല്യൂട്ടാണ് ആര്? ഡിസ്പേഴ്സ്ഡ് ഫേസ്. കൊളോയിഡ് ആയിട്ടുള്ള സോൾവെന്റ് ആണ് ആര്? ഡിസ്പേർഷൻ മീഡിയം. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നതാണ്? അതിന് എക്സാമ്പിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിതാ ഇവിടെ ബട്ടർ ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റാർച്ച് വാട്ടർ ഉണ്ട്, സോളാണ് വരിക അല്ലെ? അതേപോലെ തന്നെ മിൽക്ക്, പെയിന്റ്, സോപ്പ്, ലെതർ, സ്മോക്ക്, ഡസ്റ്റ് അല്ലെ, മിസ്റ്റ്, റെയിൻ ക്ലൗഡ് ഒക്കെ എന്താണ്? ഈ പറഞ്ഞ കൊളോയിഡ്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇറ്റ് ഈസ് വളരെ രസകരമായിട്ടുള്ള ഒരു അടിപൊളി ക്വസ്റ്റ്യൻ. ഒരു എന്താ പറയുക, ഒരു ടഫ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കൊളോയിഡൽ സിസ്റ്റം കറക്റ്റ്ലി റെപ്രസെന്റ് പോയിന്റ് 1, 2 and 3? അപ്പൊ സോളിഡ് ആൻഡ് ലിക്വിഡ് ഉണ്ട്, അതാണ് 1. സോളിഡ് ആൻഡ് ഗ്യാസ് ഉണ്ട്, അതാണ് 2. ലിക്വിഡ് ആൻഡ് ഗ്യാസ് ഉണ്ട്, അതാണ് 3. കാണുന്നുണ്ടല്ലോ? എങ്കിൽ 1 ആരായിരിക്കും, 2 ആരായിരിക്കും, 3 ആരായിരിക്കും? ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെ വരും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? സോളിഡ് ഇൻ ലിക്വിഡിന് എക്സാമ്പിൾ ആയിരുന്നു നമ്മൾ പഠിച്ച പെയിന്റ് ഒക്കെ. സോളിഡ് ഇൻ ഗ്യാസിന് എക്സാമ്പിൾ ആണ് നമ്മൾ പഠിച്ച സ്മോക്ക് ഒക്കെ. ലിക്വിഡ് ഇൻ ഗ്യാസിന് എക്സാമ്പിൾ ആണ് നമ്മൾ പഠിച്ച ക്ലൗഡ്, ഫോഗ്, മിസ്റ്റ് ഒക്കെ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കൊടുത്തത് എന്താണ്? ഓപ്ഷൻ എ നോക്കിക്കേ. മിസ്റ്റ്, വിപ്പിഡ് ക്രീം, ഡസ്റ്റ്. മിസ്റ്റ് എന്താണ്? ലിക്വിഡ് ഇൻ ഗ്യാസ് ആണ് അല്ലെ? ലിക്വിഡ് ഇൻ ഗ്യാസ് ആണ്. പക്ഷെ ഇവിടെ കൊടുത്തത് എന്താണ് അല്ലെ? ലിക്വിഡ് ഇൻ സോളിഡിലാണ് മിസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ശരിയാവോ? അതെന്തായാലും ശരിയല്ല. ഈ ബാക്കി കൂടി വേണം നോക്കാം. വിപ്പിഡ് ക്രീം ഗ്യാസ് ഇൻ ലിക്വിഡ് ആണ്, അതും റോങ് ആയിട്ടാണ് അല്ലെ? വിപ്പിഡ് ക്രീം ഗ്യാസ് ഇൻ ലിക്വിഡ് ആണ്. ഇവിടെ കൊടുത്തത് എവിടെയാണ്? ഗ്യാസ് ഇൻ സോളിഡ് ആണ്. സോ ഇറ്റ് ഈസ് ഓൾസോ റോങ്. ഡസ്റ്റ് സോളിഡ് ഇൻ ഗ്യാസ് ആണ്, അതും ഇവിടെ എന്താണ്? റോങ് ആയിട്ട് കൊടുത്തത്. ഇതാണോ ഡസ്റ്റ് വരിക? സോളിഡ് ഇൻ ഗ്യാസ് വരില്ല. ഇതേപോലെ നെക്സ്റ്റ് മിൽക്കാണ് കൊടുത്തിരിക്കുന്നത്, അത് റോങ് ആണെന്ന് നേരത്തെ പറഞ്ഞു. ഹെയർ ക്രീം അല്ലേ, നമുക്കറിയാം ഒരു എമൾഷൻ ആണ്. ഹെയർ ക്രീം എമൾഷൻ ആണ്, പക്ഷെ ഇവിടെ കൊടുത്തത് സോളിഡ് ഇൻ ഗ്യാസിലാണ് കൊടുത്തുള്ളത്, വിച്ച് ഈസ് റോങ്. പ്യൂമിസ് സ്റ്റോൺ അല്ലെ, ഗ്യാസ് ഇൻ സോളിഡ് ആണ്, അതും റോങ് ആണ്. ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ വരിക. പെയിന്റ് എന്താണ്? സോളിഡ് ഇൻ ലിക്വിഡ് ആണ്. സ്മോക്ക് സോളിഡ് ഇൻ ഗ്യാസ് ആണ്. ക്ലൗഡ് ലിക്വിഡ് ഇൻ ഗ്യാസ് ആണ്. ബാക്കിയുള്ളതൊക്കെ റോങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ കണ്ടോ, ഓപ്ഷനുകൾ വെച്ച്, എക്സാമ്പിളുകൾ വെച്ച് ഇത് ഏത് ടൈപ്പാണ് അല്ലെ, ഏത് ടൈപ്പ് പിന്നെ കൊളോയിഡ് ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യും? ആൻസർ കിട്ടുന്നുണ്ടാകും. റെഡി? എങ്കിൽ ഇതാ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ചോദ്യം, അല്ല സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് സിമ്പിൾ ഫോർ ദ എലമെന്റ്സ് സ്കാൻഡിയം? സ്കാൻഡിയം ഏതായിരുന്നു? SC. ടൈറ്റാനിയം TI. വനേഡിയം V അല്ലെ, മാംഗനീസ് Mn. ഏതായിരിക്കും ആൻസർ വരിക? SC, TI, വനേഡിയം, മാംഗനീസ്. അപ്പൊ എലമെന്റ്സുകളുടെ സിമ്പിൾ മസ്റ്റ് ആയിട്ട് പഠിക്കണം. ആ എലമെന്റ് സിമ്പിൾ എന്താണ്? ഇംഗ്ലീഷിലെ ഫസ്റ്റ് ലെറ്റർ ആണോ, അല്ല 2 ലെറ്റർ ആണോ, അല്ല ലാറ്റിൻ നെയിമിൽ നിന്ന് വന്നാണോ അല്ലെ? സിൽവർ ഏതായിരുന്നു? AG. ഗോൾഡ് ഏതായിരുന്നു? AU അല്ലെ? കോപ്പർ CU, പൊട്ടാഷ്യം K. ഇങ്ങനെയുള്ള ആ ഒറിജിൻ ലാറ്റിൻ നെയിമിൽ നിന്ന് വന്ന പേരുകളൊക്കെ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. അതിന്റെ സിമ്പിളും അറിഞ്ഞിരിക്കണം. അറ്റോമിക് നമ്പർ കൂടി പഠിച്ചാൽ എന്തായി? ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ എക്സാം വൈ ലേണിംഗിന്റെ മെയിൻ ചാനൽ തന്നെ
പീരിയോഡിക് ടേബിളിലെ ആദ്യത്തെ ഒരു 10-40-50 എലമെന്റ്സിന്റെ പേര് എന്തുണ്ട്, നല്ല പാട്ടൊക്കെ പാടി. ഹായ് ഹീലി, BBC ന്യൂസ് ഓഫ് ആക്കിയോ നീ, അത് നമുക്ക് അറിയണം. ഹായ് ഹൈഡ്രജൻ, ഹീലി ഹീലിയം ലിഥിയം, BBC ന്യൂസ് ബെറിലിയം ബോറോൺ കാർബൺ നൈട്രജൻ, ഓഫ് ആക്കിയോ ഓക്സിജൻ ഫ്ലൂറിൻ, നീ ആരാ, നിയോൺ ആദ്യത്തെ 10 എലമെന്റ് കറക്റ്റ് ഓർഡറിലായടാ. ഇനി 11 to 20 വരെ ഉണ്ട്. സോഡ മാഗി, സോഡിയം മഗ്നീഷ്യം. അലമാരയിൽ സിലിക്കൺ പാത്രത്തിൽ സൂക്ഷിക്കാൻ, അലമാര ആരാ, അലുമിനിയം, സിലിക്കൺ പാത്രം ആരാ, ഫോസ്ഫറസ്, സൂക്ഷിക്കാൻ സൾഫർ. ക്ലാര 2 പേരാണ്, ക്ലോറിൻ ആൻഡ് ആർഗൺ, ക്ലാരയും ക്ലോറിൻ ആർഗൺ. പൊട്ടനാരാ, പൊട്ടാഷ്യം, കാത്തിരിപ്പ്. ഇത് നമ്മൾ എക്സാം ലേണിംഗിന്റെ മെയിൻ ചാനലിൽ പോയിട്ട് നമുക്ക് ആദ്യത്തെ ഒരുപാട് എലമെന്റ്സിന് ഇതുപോലുള്ള ഷോർട്ട് കട്ടുകളുടെ നല്ലൊരു വീഡിയോ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗപ്പെടുത്താൻ പറ്റും. എക്സാം ബൈ ലേണിംഗ് പീരിയോഡിക് ടേബിൾ ഈസി ട്രിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് ഒരു ഐഡിയ വേണം. ഓരോ എലമെന്റും എവിടെയാണുള്ളത് മുഴുവൻ വേണ്ട, ആദ്യത്തെ ഒരു എന്താ പറയുക, ഒരു 20 അല്ലെങ്കിൽ ഒരു 30 വരെയുള്ള എലമെന്റ്സിനെ കുറിച്ച് വേണം ഒരു ഐഡിയ നമുക്ക് കിട്ടണം. ആർഗൺ എന്ന് കേൾക്കുമ്പോൾ ഇറ്റ് ഇസ് എ ഗ്യാസ്, അത് ഓർമ്മ വരണം. ഓക്കെ, മഗ്നീഷ്യം ലെഫ്റ്റ് സൈഡിലാണ്, അത് സോളിഡ് ആണ്. അതേപോലെ തന്നെ അത് എന്താണ്, മെറ്റലാണ്. ഇങ്ങനൊരു ഐഡിയകളൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് നിർബന്ധമായിട്ടും വരേണ്ടതുണ്ട്. എങ്കിൽ ഇതാ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്തായാലും ഈ ക്വസ്റ്റ്യൻ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം വീഡിയോക്ക് താഴെ കമൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം. എത്ര പേർക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് ദ കൊളോയിഡ് in which both dispersed phase and dispersion medium are in liquid state is called emulsion. രണ്ടും ലിക്വിഡ് ആണെങ്കിൽ അതിനെ വിളിച്ച പേരാണ് എമൽഷൻ എന്നാണ് പറഞ്ഞത്. കൊളോയിഡ് എന്ന് പറഞ്ഞാൽ ഡിസ്പേർഷൻ മീഡിയം ഈസ് ലിക്വിഡ് ആൻഡ് ഡിസ്പേർഷൻ ഫേസ് ഈസ് സോളിഡ്, അതിനെ വിളിച്ച പേരാണ് സോള്. ഇതേപോലെ 3 ഉണ്ട്, 4th ഉണ്ട് അല്ലേ. കൊളോയിഡിന്റെ പ്രത്യേകത എന്താ, 1 to 1000 നാനോമീറ്റർ ആയിരിക്കും അതിന്റെ സൈസ് ഉണ്ടാവുക. അതെ, എന്നാലോ നമ്മൾ ട്രൂ സൊല്യൂഷൻ ആണെങ്കിലോ ബിലോ 1 നാനോമീറ്റർ ആണ്. സസ്പെൻഷൻ നമുക്കറിയാം മോർ ദാൻ 1000 നാനോമീറ്റർ ആണ്. ട്രൂ സൊല്യൂഷൻ്റെയും സസ്പെൻഷൻ്റെയും ഇൻ ബിറ്റ്വീൻ ആണ് ആര്, കൊളോയിഡ്. അതിൻ്റെ എക്സാമ്പിളുകളും അതിൻ്റെ സൈസൊക്കെ കറക്റ്റ് ആയിട്ട് ഇറങ്ങും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്ത് ചെയ്യുക, വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് മറ്റുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, നമ്മുടെ ചാറ്റ് ബോക്സിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോക്ക് താഴെ കമൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് തന്നെ ഒരു പക്ഷേ അറിയുന്നവർ, അതിൻ്റെ ആൻസറുകൾ അറിയാത്ത കുട്ടികൾ അല്ലെങ്കിൽ അറിയുന്ന കുട്ടികൾ എന്ത് ചെയ്യുക, അറിയാത്തവർക്ക് അതിൽ കമൻറ്റ് ചെയ്ത് ആൻസർ അങ്ങനെ കിട്ടിയെന്നൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കാം. തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ഡിസ്കഷനുകളാണ് എന്ത് ചെയ്യുക, നമുക്ക് ഒരുപാട് പുതിയ അറിവുകൾ കിട്ടുക, പുതിയ കോൺസെപ്റ്റുകൾ ക്ലിയർ ആവുന്നുണ്ടാവുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് ഇയറിൽ ഉപയോഗിക്കാനുള്ളതാണ്. അതുകൊണ്ട് NSMC എക്സാമിന് പഠിക്കുന്ന ഓരോ പോയിന്റും സ്കൂൾ സിലബസിൽ ഇല്ലല്ലോ, അല്ലെങ്കിൽ സ്കൂൾ സിലബസിൽ ഇതേപോലെ പഠിച്ചിട്ടില്ലെന്നൊന്നും വിചാരിക്കേണ്ട. നമുക്ക് നെക്സ്റ്റ് ഇയറിലൊക്കെ പഠിച്ചു പോകണം. അപ്പോൾ എന്തായാലും പഠിക്കണം, അത് കുറച്ച് നേരത്തെ പഠിക്കുന്നു. അതിനാണ് NSMC എക്സാം പോലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യണം, NSMC എക്സാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. നമ്മൾ അവരൊക്കെ കോമ്പീറ്റ് ചെയ്യുക, ഒരുമിച്ച് പഠിക്കുക, ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുക. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ചെയ്തു നോക്കുമ്പോഴാണ് നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ആ രൂപത്തിൽ എക്സാം ബൈ ലേണിങ്ങിൻ്റെ ഈ പറഞ്ഞ NSMC എക്സാം അല്ലേ, ഹിന്ദു പിന്നെ കൊളാബ് ചെയ്യുന്ന ദ ഹിന്ദു ന്യൂസ് പേപ്പറുമായി കൊളാബ് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രോഗ്രാം നമുക്ക് എന്ത് ചെയ്യണം, ഏറ്റവും അടിപൊളിയായിട്ട് November 1 എഴുതണം. നേരത്തെ തുടങ്ങുക, നന്നായിട്ട് പഠിക്കുക. മറ്റൊരു ചാപ്റ്ററിൽ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്